ഈ സ്കൂളിൽ പെൺകുട്ടികളുടെ എണ്ണം കണക്കാക്കി മാത്രമാണ് ഈ തയ്യൽ ടീച്ചർമാരുടെ നിയമനം. അതാണ് പ്രവൃത്തി പരിചയ അധ്യാപകരുടെ തസ്തിക. ലിംഗസമത്വത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ തയ്യൽ ടീച്ചർമാരെ നിയമിക്കണമെങ്കിൽ സ്കൂളിൽ ചുരുങ്ങിയത് 200 പെൺകുട്ടികളെങ്കിലും വേണം. ഇതേപ്പറ്റി ഒരു കഥ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആദ്യം റിപ്പോർട്ട് കാണും. നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്കായി പഠന രീതികളും പുസ്തകങ്ങളും ഒക്കെ മാറി. പുതിയ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം എഴുതി ചേർത്തെങ്കിലും തയ്യലിൽ തുല്യതയില്ല. സ്കൂളിൽ പ്രവൃത്തി പരിചയ അധ്യാപകരെ നിയമിക്കണമെങ്കിൽ 200 പെൺകുട്ടികൾ ഉണ്ടായിരിക്കണമെന്നാണ് 1958 മുതലുള്ള കേരള വിദ്യാഭ്യാസ ചട്ടം. പല സ്കൂളുകളിലും മതിയായ പെൺകുട്ടികൾ ഇല്ലാതെ വന്നതോടെ PSC നിയമനം നടക്കാതെ ഉദ്യോഗാർത്ഥികളും പെരുവഴിയിലായി. പലരുടെയും അവസ്ഥ വലിയ പാടാണ്. ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടാതിരിക്കുക എന്നുള്ളത് ഒരു വിഷമാണല്ലോ. പലരും വളരെ കഷ്ടപ്പെട്ടാണ് ലിസ്റ്റിൽ കയറി പറ്റി വരുന്നത് തന്നെ. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ലിസ്റ്റിൽ വരുമ്പോൾ. പ്രത്യേകിച്ച് ആളൊക്കെ കുറവാണ്. ആ ലിസ്റ്റിൽ ഏകദേശം ഒരു 61 പേരെ മെയിനിൽ തന്നെ ഉള്ളൂ. അപ്പോൾ അത്രയും ആൾ കുറവുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിട്ട് അതിൽ തന്നെ നിയമനം കുറവാകുമ്പോൾ പാടല്ലേ. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. പ്രവൃത്തി പരിചയ മേളയിലേക്ക് മത്സരത്തിന് ഇവരെ തയ്യാറാക്കണം. പെൺകുട്ടികളുടെ എണ്ണം ഒന്ന് കുറഞ്ഞു പോയാൽ ജോലി പോകും. അങ്ങനെയുള്ള അധ്യാപകർക്ക് മറ്റൊരു സ്കൂളിലെ ക്ലാസുകൾ ചേർത്ത് നൽകി തസ്തിക സംരക്ഷിക്കുന്നതാണ് രീതി. നിലവിൽ 1000-ൽ താഴെ പ്രവൃത്തി പരിചയ അധ്യാപകരാണ് കേരളത്തിലുള്ളത്. എല്ലാ സ്കൂളുകളിലും പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ എല്ലാ കുട്ടികളും പരീക്ഷയും എഴുതുന്നുണ്ട്. പക്ഷെ പഠിപ്പിക്കാൻ എല്ലാ സ്കൂളുകളിലും അധ്യാപകരില്ല. തയ്യലൊക്കെ കുറവാണ്. എല്ലാവരും കൂടുതലും ഇത് റെഡിമെയ്ഡും ഒക്കെ വാങ്ങിക്കുമ്പോൾ തയ്യലൊക്കെ കുറവുണ്ട്. 1957-ൽ ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോഴാണ് കേരള വിദ്യാഭ്യാസ ചട്ടം നിലവിൽ വന്നത്. ഇതിലാണ് പ്രവൃത്തി പരിചയ അധ്യാപക തസ്തികയിലെ നിബന്ധനകളുള്ളത്. ചട്ടത്തിലെ ലിംഗാനീതി പലരും ചൂണ്ടിക്കാണിച്ചെങ്കിലും കാലഹരണപ്പെട്ട നിബന്ധനകൾ മാറ്റിയെഴുതാൻ സർക്കാർ തയ്യാറായിട്ടില്ല. തുന്നൽ പഠിപ്പിക്കാൻ സ്കൂളിൽ ടീച്ചർ എത്തും. പഠനം പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ ഭേദമില്ലാതെയാണ്. പക്ഷേ അധ്യാപകരെ നിയമിക്കണമെങ്കിൽ വേണ്ടത്ര പെൺകുട്ടികൾ വേണം. പുനഃപരിശോധിക്കേണ്ടതല്ലേ, മാറേണ്ടതല്ലേ ഈ ചട്ടം? അനൂപിനൊപ്പം കേസരി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.